നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനായിട്ട് മറക്കല്ലേ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. ഇത്രയൊന്നും പറയണമെന്നുണ്ടായിരുന്നു. കുറേ വീഡിയോസിൽ ഞാൻ ഇങ്ങനെയൊന്നും പറയുന്നില്ലല്ലേ. എനിവേ രാവിലെ നീലൂസിന് കൊണ്ടുപോകാനുള്ള ലഞ്ച് റെഡിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇന്ന് ലഞ്ച് കൊടുത്തു വിടുന്നത് ചോറും ക്യാരറ്റും ബീറ്റ്റൂട്ടും ഇട്ടിട്ടുള്ളൊരു തോരനുമാണ് കൊടുത്തു വിടുന്നത്. വെറുതെ തേങ്ങ തിരുമ്മി ഇട്ടിട്ട് ഒരു തോരൻ വയ്ക്കുക കേട്ടോ. അങ്ങനെ ചോറും ഏകദേശം വെന്തു. അങ്ങനെ ചോറും ആയി. പിന്നെ തോരനും വേറെ ഒന്നുമില്ല കേട്ടോ. കൊണ്ടുപോകാൻ മുട്ട പൊരിച്ചും കൂടെ കൊടുത്തു വിടുന്നുണ്ട്. ഇവിടെ സവാള ഞാൻ എടുക്കുന്നത് മുട്ടയ്ക്ക് പ്രത്യേകം ഞാൻ എടുക്കുന്നുണ്ട്. കാരണം തോരന് സവാള അല്ലെങ്കിൽ ഉള്ളി ഇടാൻ മറന്നുപോയി കേട്ടോ ഞാൻ. അതുകൊണ്ട് മുട്ടയ്ക്കെങ്കിലും ഇച്ചിരി ഉള്ളി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ മുട്ടയും കൂടെ പൊരിച്ച് ചോറും വെന്തു. ചോറ് ഊറ്റി വെച്ചിട്ട് അതിലോട്ട് ദോശ ചൂടാമെന്ന് വിചാരിച്ചു കേട്ടോ. രാവിലെ ദോശയാണ്. പിന്നെ മുട്ട പൊരിക്കണം. നീലൂസിനുള്ള ലഞ്ച് അങ്ങ് റെഡിയാക്കി കഴിഞ്ഞാൽ പയ്യെ നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ എടുത്താൽ മതി. അങ്ങനെ അത് റെഡിയായി കഴിഞ്ഞാൽ എൻ്റെ പകുതി ജീവൻ വീണ പോലെ ആവും കേട്ടോ. പിന്നെ ഇന്നൊരു കിറ്റ് വാങ്ങണമെന്നുണ്ട്. കുറേ ദിവസമായി സാമ്പാറൊക്കെ വെച്ചിട്ട്. അപ്പോൾ കുറച്ച് സാമ്പാർ വെച്ചാൽ നീലൂസിന് കൊടുത്തു വിടാമല്ലോ. രാവിലെ കാപ്പിക്കായാലും എടുക്കാം. അല്ലെങ്കിൽ ഉച്ചക്കലത്തേന് രാവിലെ ചിലപ്പോൾ ഞാൻ എടുക്കുന്ന ദോശ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഇഡലി തന്നെ ആയിരിക്കും നീലൂസിന് ഉച്ചയ്ക്ക് കഴിക്കാനും കൊടുത്തു വിടുന്നത് ചില ദിവസങ്ങളിൽ. അപ്പം അങ്ങനെ രാവിലെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണ് കേട്ടോ. ദോശയാണെന്നാണ് ഞാൻ മുമ്പേ പറഞ്ഞതല്ലേ. മൊത്തത്തിൽ റിലേ പോയിട്ടിരിക്കും കേട്ടോ. എന്താണെന്നറിയത്തില്ല. ഇന്ന് ഉറക്കമൊന്നും അങ്ങോട്ട് എനിക്ക് ശരിയായില്ല. അതുകൊണ്ടൊന്നും ഓർമ്മയില്ല കഴിഞ്ഞ ദിവസം എന്തൊക്കെയാണ് ചെയ്തതെന്നൊന്നും. അങ്ങനെ പുട്ടിനുള്ള മാവ് അങ്ങോട്ട് കുഴച്ച് വെച്ചിട്ട് നീലൂസിൻ്റെ ലഞ്ച് ബോക്സ് എടുത്ത് കഴുകി വയ്ക്കുക കേട്ടോ. ലഞ്ചും സ്നാക്സ് ബോക്സും എടുത്ത് കഴുകി വയ്ക്കുക. ലഞ്ച് ബോക്സ് പുതിയതാട്ടോ. ഇപ്രാവശ്യം കൊടുത്തു വിടുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ ഇതിൽ കൊടുത്തു വിടുന്നത്. ഇതിലാകുമ്പം സെപ്പറേറ്റ് ഇങ്ങനെ നമുക്ക് കറികളും ചോറും സെപ്പറേറ്റ് വെക്കാനായിട്ട് പറ്റും. പഴയ പാത്രത്തിലാണെങ്കിൽ അങ്ങനെ പറ്റത്തില്ലായിരുന്നു. ഒറ്റ ഇതായിട്ട് വെക്കാനേ പറ്റത്തുള്ളായിരുന്നു. പിന്നെ രാവിലെ കഴിക്കാനായിട്ട് 10:30 കഴിക്കാനായിട്ട് ആപ്പിൾ അരിഞ്ഞതാണ് കൊടുത്തു വിടുന്നത്. ഒരു പകുതി ആപ്പിൾ എടുത്ത് തൊലിയും കളഞ്ഞ് നടുക്കത്തെ ആ ഒരു ഭാഗവും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് എടുത്തു. അങ്ങനെ നീലൂസിനെ വിട്ടു. പിന്നെ ഇത് വൈകിട്ടത്തെ കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ ഞാൻ വീഡിയോസൊന്നും എടുത്തില്ല. നീലൂസും ചേട്ടയും പോയി കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം കിടന്നുറങ്ങി. ഉച്ചയ്ക്കാട്ടോ എഴുന്നേറ്റത്. പിന്നെ ഞാൻ കഴിച്ചിട്ട് വൈകിട്ടായപ്പോഴത്തേനും നീലൂസ് വന്ന ഉടനെ ഉറക്ക ക്ഷീണമൊക്കെ ഉള്ളതുകൊണ്ട് അവൻ കയറി കിടന്ന് ഉറങ്ങുക കേട്ടോ. ഞാൻ ഈ ജനൽ തുറന്നിട്ട് ആ ഒരു റൂമിലൊക്കെ കിടക്കുന്നത്. അപ്പോൾ എനിക്ക് തുണി നനച്ചുകൊണ്ടിരിക്കുമ്പോഴും അവനെ കാണാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ജനൽ അങ്ങ് തുറന്നിട്ടു. അവിടെ ഇരുന്നുകൊണ്ട് തുണി നനയ്ക്കാമെന്ന് വിചാരിച്ചു. ഇത്രയും തുണികളല്ല കേട്ടോ നനയ്ക്കാനുള്ളത്. 2-3 ദിവസം വയ്യാഴികയൊക്കെ ആയതുകൊണ്ട് തുണിയൊന്നും നനയ്ക്കാനായിട്ട് പറ്റിയില്ല. അല്ലെങ്കിൽ ഞാൻ ദിവസവും തുണി നനയ്ക്കത്തില്ല. ഒരു ദിവസം ഇടവിട്ടിട്ടാട്ടോ നനയ്ക്കുന്നത്. അപ്പോൾ ഇപ്പം 3-4 ദിവസം ആയതുകൊണ്ട് തന്നെ ഒരുപാട് തുണികളായേ. അപ്പം ഞാൻ നീലൂസ് ഇന്ന് ഇട്ടുകൊണ്ട് പോയ യൂണിഫോമും പിന്നെ കുറച്ച് നീലൂസിൻ്റെ തുണിയും എൻ്റെ കുറച്ച് തുണിയും ചേട്ടയുടെ കുറച്ച് തുണിയും എടുത്തങ്ങ് നനയ്ക്കാമെന്ന് വിചാരിച്ചു. ബാക്കി ഇനി നാളെ നനയ്ക്കാമല്ലോ. അപ്പോൾ അങ്ങനെ അത് കുറച്ച് എടുത്തുകൊണ്ട് വന്ന് അതങ്ങ് നനച്ചിട്ടാൽ ഒരു ചെറിയ ആശ്വാസമാവും. തുണി ഇങ്ങനെ എന്നും എനിക്ക് തുണി നനയ്ക്കുന്നതിനോട് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഭയങ്കര മടിയാണ്. പക്ഷേ തുണി ഇങ്ങനെ കൂടിയിരിക്കാനും പാടില്ല. അതെന്തോ ചെയ്യുമെന്നൊന്നും ഒരു പിടിയില്ല. അപ്പോൾ ചോദിക്കും തുണി തന്നെ വന്നിട്ട് നനച്ച് തരുമോയെന്ന്. അങ്ങനെയൊന്നുമില്ല. എനിക്കെന്തോ മടിയാണ് തുണി നനയ്ക്കാനായിട്ട്. പിന്നെ ഇങ്ങനെ കൂടി കിടക്കുമ്പോഴും എനിക്കതൊരു ബുദ്ധിമുട്ടാട്ടോ. തുണി നനയ്ക്കാനുണ്ടല്ലോ മനസ്സിൽ കിടന്ന് അതിങ്ങനെ അലട്ടും. ഇപ്പോൾ പാത്രം കഴുകാനുണ്ടെങ്കിലും അത് തന്നെ. ഞാനിപ്പം രാവിലെ അങ്ങനെ പാത്രം ക്ലീനാക്കത്തില്ല കേട്ടോ. അടുക്കള ക്ലീനാക്കത്തില്ല. രാവിലെ എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് എല്ലാം അടുക്കളയിലെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഇട്ട് വയ്ക്കും. എന്നിട്ട് ഉച്ച വരെ കിടന്നുറങ്ങും കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് എഴുന്നേറ്റ് ആ ഉറക്കം ശരിയായില്ലെങ്കിൽ എനിക്ക് വൈകിട്ടൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ലേ. രാവിലെ ആണെങ്കിൽ ഇവിടെ ഇങ്ങോട്ട് ഇറങ്ങാനും പറ്റത്തില്ല. ഭയങ്കര വെയിലായിരിക്കും. വൈകിട്ട് ഒരു 3:30-4 മണി വരെ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് തുണിയെല്ലാം നനച്ചിട്ടു. അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് ഉച്ചയ്ക്ക് എഴുന്നേറ്റ്
പിന്നെ അങ്ങോട്ട് ജോലി തുടങ്ങും കേട്ടോ. ഒരു 2:30-3 മണി തൊട്ട് ജോലി അങ്ങോട്ട് തുടങ്ങും. അടുക്കള ക്ലീനാക്കാനും തൂത്തുവാരാനും തുടയ്ക്കാനുണ്ടെങ്കിൽ പിന്നെ കുളിക്കും, പിന്നെ വിളക്ക് കത്തിക്കും, അങ്ങനെയൊക്കെയാണ്. തുണി നനയ്ക്കും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഉച്ച കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ജോലികളെല്ലാം ചെയ്യുന്നത്. പിന്നെ ഇന്ന് രാവിലെ നീലൂസിനെ വിടാനായിട്ട് പോവാം കേട്ടോ. രാവിലെ തന്നെ 7 മണിയാകുമ്പോൾ നീലൂസിനെ ഉണർത്തും കേട്ടോ. 7 മണിയാകുമ്പോഴത്തേനും എല്ലാം ഞാൻ റെഡിയാക്കും. പിന്നെ ഇന്ന് യൂണിഫോമാണ്, മഞ്ഞ കളർ യൂണിഫോമാണ് ഇട്ടുകൊണ്ട് പോകുന്നത്. അപ്പം ID കാർഡൊക്കെ ഇട്ട് കൊടുത്ത്, മുടിയൊക്കെ ഒന്ന് ചീകി, പിന്നെ സോക്സൊക്കെ ഇട്ട് കൊടുത്ത്, യൂണിഫോമും എല്ലാം ഇട്ട് കൊടുത്തു. പിന്നെ രാവിലെ ദോശ കഴിക്കാനായിട്ട് കൊടുക്കും കേട്ടോ. ദോശയും ചമ്മന്തി. ഉച്ചയ്ക്കും അത് തന്നെ കൊടുത്തു വിടുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് എടുക്കാനായിട്ട് വെച്ച ദോശയിൽ നിന്ന് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ അത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഒരു ദോശ കഴിക്കത്തുള്ളൂ. ഇപ്പം തന്നെ 7:45 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത്രയും രാവിലെ എനിക്കായാലും കഴിക്കാനായിട്ട് പറ്റത്തില്ല. എന്നാലും അവന് കൊടുക്കും കേട്ടോ. ഇനിയിപ്പോൾ 10:30 ആയിട്ടല്ലേ ഫ്രൂട്ട്സ് എന്തെങ്കിലും കൊണ്ടുപോകുന്നത് കഴിക്കത്തുള്ളൂ. അപ്പോൾ അതുവരെ വിശക്കണ്ട എന്ന് വിചാരിച്ച് ഞാൻ വിചാരിച്ചു ഇത് കൊടുക്കാമെന്ന്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. ഇപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് എടുക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.